ഇതൊരു മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത മാവിൻ്റെ റിസൾട്ടാണ് കേട്ടോ. ഈ കാണുന്നത് ഒരു ചെറിയ മാവിൽ 3 ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണ്. ഈ കാണുന്നത് കാറ്റിമോൻ എന്ന വെറൈറ്റിയാണ്, നല്ല രീതിയിൽ തളിരൊക്കെ വന്നിട്ടുണ്ട്. ഈ കാണുന്നത് റെഡ് ഐവറി എന്നൊരു വെറൈറ്റിയാണ്. അതുപോലെ ഈ കാണുന്നത് നാംഡോക്ക് എന്ന വെറൈറ്റിയാണ്, അത് മുളച്ച് വരുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ചെറിയ മാവിൽ തന്നെ 3 ഇനങ്ങൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് മൾട്ടി ഗ്രാഫ്റ്റിംഗ്. മൾട്ടി ഗ്രാഫ്റ്റിംഗ് നല്ലതാണോ, അത് കസ്റ്റമേഴ്സിന് ഉപകാരമുള്ളതാണോ, നമുക്ക് നോക്കാം. ഈ കാണുന്നത് ഒരു മൾട്ടി ഗ്രാഫ്റ്റഡ് മാവാണ്. ഇത് ഈ ഒരു പരുവത്തിലായി വരാനായിട്ട് ഒരുപാട് ത്യാഗങ്ങളുണ്ട്. ഒരുപാട് നാളത്തെ അധ്വാനങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പരുവത്തിലായി വന്നിട്ടുള്ളത്. ഈ ഒരു മാവിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ ഭാഗം കാണുകയാണെങ്കിൽ ഇതൊരു കുളമ്പ് മാവാണ് കേട്ടോ, ഇത് കുളമ്പാണ്. പിന്നെ ഇത് തായ്ലാൻഡ് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ നാംഡോക്ക് മായി എന്ന ഇനമാണ് ഇതിൽ ചെയ്തേക്കുന്നത്. അതുകൂടാതെ ഈ കൊമ്പിൽ ചെയ്തേക്കുന്നത് ബ്ലാക്ക് ആൻഡ്രൂസ് എന്ന ഇനമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കൊമ്പിൽ നമ്മൾ കുളമ്പ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ടോട്ടൽ നമ്മൾ ഇതിൽ 4 ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിലും 3 ഇനങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതൊരു 9 വർഷത്തോളം പഴക്കമുള്ള മാവാണ്. ഇതിൽ ഓൾറെഡി മാങ്ങ കായ്ച്ചതുമാണ്. ഇവിടെ മാങ്ങ ഉണ്ടായിരുന്നു. നാംഡോക്കുമായാണ് ആദ്യമായിട്ട് കായ്ച്ചത്. അത് കായ്ച്ചു, അതിനുശേഷം അത് പ്രൂൺ ചെയ്ത് അടുത്ത വർഷം കുറേയധികം ഇനങ്ങൾ കായ്ച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള കുറച്ച് കളക്ഷന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇതുപോലെ തന്നെ വേറെയും കുറച്ച് മാവുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് വേറൊരു മാവാണ്. ഈ കാണുന്നത് ഒരു 9 വർഷത്തോളം പഴക്കമുള്ളൊരു മാവാണ്. ഇതിൽ നമ്മൾ 2 ഇനങ്ങളാണ് പ്രധാനമായിട്ടും പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. 2 ഇനങ്ങൾ പറയുമ്പോൾ അത് കുറച്ചുകൂടെ എന്താ പറയുക, ഹെൽത്തി ആയിട്ട് വളരും. കാരണം ഇത് കണ്ടോ, 2 ബ്രാഞ്ചിലാണ് 2 ഇനങ്ങൾ പിടിപ്പിച്ചിട്ടുള്ളത്. ഈ ബ്രാഞ്ചിൽ പിടിപ്പിച്ചിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ്രൂസ് തന്നെയാണ്. ഈ ബ്രാഞ്ചിൽ പിടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ശ്രീലങ്കൻ വെറൈറ്റി ആയിട്ടുള്ള കുളമ്പ് എന്ന വെറൈറ്റിയാണ്. 2 ബ്രാഞ്ചായിട്ട് നിൽക്കുന്നുണ്ട്. ഇതും നല്ല ഹെവി സൈസ് മാവാണ്. ഏറ്റവും വലിയ സൈസ് കവറുണ്ടല്ലോ, നമുക്ക് മാവുകളെ കവറിൽ സൂക്ഷിക്കാൻ പറ്റുന്ന മാക്സിമം സൈസ് കവറിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ ഇരുന്ന് കായ്ക്കും. ഇത് ഓൾറെഡി നിലവിൽ കായ്ച്ചതാണ് കേട്ടോ. ഇതിൽ നമുക്ക് കായ്ച്ച വന്നത് കുളമ്പായിരുന്നു ആദ്യമായിട്ട് കായ്ച്ചത്. ഇതും അടുത്ത വർഷത്തേക്ക് നമുക്ക് കായ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനിയും 2-3 വെറൈറ്റി ഉണ്ട്, അതും കൂടെ നിങ്ങളെ കാണിക്കാം. ഈ ഇരിക്കുന്ന വെറൈറ്റി ഉണ്ടല്ലോ, ഇതിൽ 4 ഇനങ്ങളാണ് മൊത്തമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. 4 ഇനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കാണുന്നത് പ്രിയൂർ എന്ന വെറൈറ്റിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ ഈ കാണുന്നത് ബ്ലാക്ക് ആൻഡ്രൂസ് എന്ന വെറൈറ്റിയാണ്. നമ്മുടെ അറ്റത്ത് കാണുന്നത് നാംഡോക്ക് മൈൻ്റെ ഗോൾഡാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കൊമ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കുളമ്പ് എന്ന വെറൈറ്റിയാണ്. അങ്ങനെ മൊത്തമായിട്ടും ഇതിൽ 4 ഇനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഗ്രാഫ്റ്റ് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള സമയവും അതുപോലെ തന്നെ അതിനെ തളിര് വന്നു കഴിഞ്ഞാൽ പരിപാലിക്കുന്ന രീതിയൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഇത്രയധികം സക്സസ്ഫുള്ളായിട്ട് കിട്ടത്തില്ല. ഇങ്ങനെ ഒരു മാവ് ആക്കിയെടുക്കാനായിട്ട് ഇതിൻ്റെ മുന്നിൽ ഒരുപാട് ശ്രമകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനി കൂടാതെ വേറൊരു വെറൈറ്റി നമ്മളിവിടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതും ഇതേമാതിരി തന്നെ ഏകദേശം 9 വർഷത്തോളം പഴക്കമുള്ള നല്ലൊരു സൈസ് മാവാണ് കേട്ടോ. ഇതിനകത്ത് പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത് 3 ഇനങ്ങളാണ്. ഈ കാണുന്നത് കുളമ്പാണ്. പിന്നെ അതുകൂടാതെ അതിൻ്റെ ഇടയിൽ പ്രിയൂരുണ്ട്. അതിനപ്പുറത്തേക്ക് തന്നെ ബ്ലാക്ക് ആൻഡ്രൂസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനി മറ്റൊരു മാവിനെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഈ കാണുന്നത് ഇതും അതുപോലെ തന്നെ ഒരു മൾട്ടി ഗ്രാഫ്റ്റഡ് മാവാണ്. ഇതിൽ നമുക്ക് നിലവിൽ ചെയ്തിരിക്കുന്നത് ഈ കാണുന്നത് പ്രിയൂരാണ്, ഈ കാണുന്നത് കുളമ്പ് എന്ന വെറൈറ്റിയാണ്, പിന്നെ ഈ കാണുന്നത് ബ്ലാക്ക് ആൻഡ്രൂസ് എന്ന വെറൈറ്റിയാണ്. ടോട്ടലി ഈ ഒരു മാവിൽ നമ്മൾ മൊത്തം 3 ഇനങ്ങളാണ്. ഇനി അടുത്ത മാവ് അതുപോലെ തന്നെ വേറൊരു കോംബോ ആയിട്ടുള്ളതാണ്. ഇതും അതുപോലെ തന്നെ 8 വർഷത്തോളം പഴക്കമുള്ളൊരു മാവാണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിനകത്ത് 4 ഇനങ്ങളാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും വലിയ കവർ സൈസിലാണ് നമ്മളത് സൂക്ഷിച്ചിട്ടുള്ളത്. കാരണം ഇനി ഇതിനപ്പുറത്തേക്കൊരു കവർ ഇല്ല നമുക്ക് മാറ്റാനായിട്ട്. അപ്പോൾ മാക്സിമം സൈസ് കവറിൽ നമുക്ക് ആരെങ്കിലും വേണ്ടപ്പെട്ടവർ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി പാകത്താണ് വെച്ചിട്ടുള്ളത്. ഇതിലുള്ള ഇനങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇത് നോക്കൂ, ഈ കാണുന്നത് നമുക്ക് ബ്ലാക്ക് ആൻഡ്രൂസ് എന്നൊരു ഇനമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹൈലൈറ്റഡ് പോർഷനിൽ ചെയ്തിട്ടുള്ളത് പ്രിയൂർ എന്ന് പറയുന്ന നമ്മുടെ നാടൻ ഇനമാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ തായ്ലാൻഡ് വെറൈറ്റി ആയിട്ടുള്ള നാംഡോക്ക് മായി എന്നൊരു ഇനം ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം റിസൾട്ട് നമുക്ക് 100% നമുക്ക് കിട്ടിയതായിരുന്നു. ഈ കാണുന്നത് കുളമ്പ് എന്നൊരു ഇനമാണ് കേട്ടോ. അങ്ങനെ 4 ഇനങ്ങളാണ് ഈ പറഞ്ഞ ഈ ഒരു ഹെവി മാവിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കളക്ഷനുകളിലുള്ള മാവുകളാണ് കേട്ടോ. കേരളത്തിൽ ആരുടെയും കയ്യിൽ ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള മൾട്ടി ഗ്രാഫ്റ്റിൻ്റെ കളക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടെ വേണം കേട്ടോ. അങ്ങനെയാണ്. ഈ നല്ല സൈസുള്ള മാവാണ്. നമുക്കിനി ഇത് വേറെ ഡ്രമ്മിലേക്ക് മാറ്റുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യമേ വരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ആവശ്യമേ വരുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു കവറിൽ തന്നെ ഇത് സൂക്ഷിക്കാവുന്നതാണ്. കാരണം ഈ കവറിലിരുന്ന് തന്നെ ഇത് കായ്ച്ചതാണ് കേട്ടോ നിലവിൽ.
അടുത്ത വർഷത്തിൽ അടുത്ത സീസണിൽ ഈ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള നമ്മുടെ മൾട്ടി ഗ്രാഫ്റ്റഡ് മാവുകളെല്ലാം തന്നെ കായ്ച്ച് നമ്മളെ ഞെട്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം ഒന്ന് റീസെറ്റ് ചെയ്ത് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യാനാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ഒരു മാവും കൂടെ ഉണ്ട്, അതും കൂടെ നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇതും ഒരു മൾട്ടി ഗ്രാഫ്റ്റ് മാവാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നാടൻ ഇനമാണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ കോട്ടൂർ കോണവും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക പ്രിയൂര് പിന്നെ നമ്മുടെ വെള്ളമൂവാണ്ടൻ മൂന്നിൻ്റെയും ഒരു കോംബോയാണ് ഈ മാവിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതും നമ്മുടെ അതായത് എൻ്റെ കളക്ഷനുകളിൽ ഒരു നല്ല കളക്ഷനാണ് കേട്ടോ. നമ്മുടെയൊക്കെ പ്രൗഡെന്ന് പറയുമല്ലോ, നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സംരംഭം ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള അഭിമാനിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകുമല്ലോ. ആ കൂട്ടത്തിൽ എൻ്റെ കളക്ഷനിൽ എനിക്ക് അഭിമാനിക്കാവുന്ന കുറച്ച് വെറൈറ്റീസാണ് ഇതെല്ലാം. അതുപോലെ തന്നെ നമുക്ക് വേറെ തന്നെ നമ്മുടെ ഇവിടെ ഒരുപാട് മാവുകൾ ഡ്രമ്മിലാക്കിയതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അമേരിക്കൻ റെഡ് പൾമറാണ് ആയിരിക്കുന്നത്. നമ്മുടെ എന്താ പറയുക കർപ്പൂര മാവാണ് ഈ ഇരിക്കുന്നത്. അതുകൂടാതെ ഈ ഇരിക്കുന്നത് നമ്മുടെ സൂപ്പർ ക്യൂൻ എന്ന മാവാണ് ഈ ഇരിക്കുന്നത്. അതിൻ്റെ പുറകുവശിരിക്കുന്നത് ബംഗനപ്പള്ളിയുടെ ഒരു വലിയ ജംബോ പ്ലാന്റാണ്. അതുപോലെ തന്നെ സൂപ്പർ ക്യൂൻ്റെയൊക്കെ 2-3 പ്ലാന്റ്സ് ഒരുപാട് പ്ലാന്റ്സ് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ മാവുകൾ നമുക്ക് കാറ്റഗറൈസ് ചെയ്യുന്നത് വില കാറ്റഗറൈസ് ചെയ്യുന്നത് അതിൻ്റെ എന്താ പറയുക പഴക്കവും ഇനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഏജ് ഉണ്ടാവുമല്ലോ, കായ്ബലം കിട്ടുന്ന രീതിയും അതുപോലെ തന്നെ അതിൻ്റെ ഇനങ്ങളുടെ ഒരു മൂല്യം അനുസരിച്ചാണ് കേട്ടോ. പ്രധാനമായിട്ടും ഇവിടെ മാവുകൾ 250 രൂപ മുതൽ നമുക്ക് ലഭ്യമാണ്. ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്കാണ് കേട്ടോ. ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് 250 രൂപ മുതൽ നമ്മുടെ ചെറിയ മാവിൻ്റെ തൈകൾ ലഭ്യമാണ്. 250 രൂപ മുതൽ ഏകദേശം 25,000 രൂപയ്ക്ക് മുകളിൽ വരെ വില വരുന്ന മാവിൻ്റെ ശേഖരങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് ഈ പറഞ്ഞ മാതിരി മൾട്ടി ഗ്രാഫ്റ്റായിട്ടും അല്ലെങ്കിൽ ഇനങ്ങളായിട്ടും അതിനൊക്കെ എന്തെങ്കിലും ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. ചില മാവിനങ്ങൾ നമ്മൾ വീട്ടുമുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഭിമാനം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഇനങ്ങളായിരിക്കും. അങ്ങനെയുള്ളതിന് മൂല്യം കൂടുതലാണ് കേട്ടോ. ഇതെല്ലാം തന്നെ നമ്മുടെ കളക്ഷനിലുള്ള ഹൈലൈറ്റഡ് മാവുകളാണ് കേട്ടോ. അങ്ങനെ ഈ മൾട്ടി ഗ്രാഫ്റ്റ് മാവുകൾ നമ്മൾ വെക്കുന്നത് കൊണ്ട് നമ്മുടെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ഥലപരിമിതിയുള്ള ആൾക്കാർക്ക് ഒരു മാവിൽ തന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് 2-3 ഇനം മാങ്ങൾ കായ്ച്ച് കിട്ടുകയും ചെയ്യും. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു അലങ്കാരമായിട്ടും ഒരു അഭിമാനമായിട്ടും നമുക്ക് നടാൻ പറ്റിയ മാവിനമാണ് നമ്മുടെ ഈ എന്താ പറയുക മൾട്ടി ഗ്രാഫ്റ്റഡ് മാവുകൾ. അങ്ങനെ നമ്മുടെ കയ്യിൽ ഇതുപോലെ തന്നെ ഏകദേശം 10ഓളം മാവുകളാണ് നമ്മുടെ ഹൈലൈറ്റഡ് മാവുകളായിട്ട് നമ്മൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഇതൊരു നമ്മുടെ എന്താ പറയുക ചെയ്തതിൽ വെച്ച് സക്സസ്ഫുള്ളായിട്ട് നമ്മൾ വളരെ ക്രെഡിറ്റോട് കൂടി സൂക്ഷിക്കുന്ന നമ്മുടെ കുറച്ച് പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് മറ്റു മാവുകളിൽ അതായത് എന്താ പറയുക കായ്ക്കാത്ത മാവുകളിലും അതുപോലെ തന്നെ വീടുകളിൽ കായ്ഫലം തരാതെ നിൽക്കുന്ന മാവുകളുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള മാവുകളെല്ലാം തന്നെ നമുക്ക് പല ഇനങ്ങൾ പിടിപ്പിച്ചെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മുടെ മൾട്ടി ഗ്രാഫ്റ്റ് മാവുകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടുമുറ്റത്ത് കായ്ക്കാത്ത മാവിൽ മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നല്ലൊരു മൾട്ടി ഗ്രാഫ്റ്റ് മാവ് വെക്കണമെന്നൊക്കെ തോന്നിയില്ലേ, അതാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ നല്ലൊരു മാവ് വെച്ച് കഴിഞ്ഞാൽ അതൊരു കൗതുകവും ഒരു അഭിമാനവും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ ആർക്കെങ്കിലും മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത മാവുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇനങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ട് വിളിച്ച് ബുക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത മാവുകൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുവരേക്കും വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.